ഇന്ന് നമ്മളെ ഇവിടെ ഒത്തിരി ഉണ്ടാക്കാൻ പോകുന്ന പാസ്തയാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നക്ഷ് പറയും. ഇന്ന് എൻ്റെ നക്ഷ് എൻ്റെ കൂടെ ഉണ്ട്. നക്ഷിന് പറയണം എന്ന് പറഞ്ഞട്ടെ. ക്യാപ്സിക്കം, കോളിഫ്ലവർ, ക്യാരറ്റ്, 2 onion, garlic, green chili, ginger, bay leaf, pasta, red chili powder, sugar, salt, flour, good milk, oil. മിൽക്ക് നമ്മൾ ഗുഡ് ലൈഫ് ആയതുകൊണ്ട് അതിൻ്റെ പാക്കറ്റായിട്ടാണ് വെച്ചേക്കുന്നത്. അത് അത്രയൊന്നും ആവശ്യമില്ല. നമുക്ക് 1 കപ്പ് മിൽക്കിൻ്റെ ആവശ്യമുള്ള, അതായത് വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഓയിലും ഇത്രേൻ്റെ ആവശ്യമില്ല. 2 സ്പൂണോ 3 സ്പൂൺ ഓയിലിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ മസാലകളും തയ്യാറാക്കിക്കൊണ്ട് വരാം. എന്നിട്ട് നമുക്ക് ബാക്കി ഉണ്ടാക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ചരുവ എടുക്കുക, അതിനകത്തേക്ക് ഒരു പാത്രം എടുക്കുക, അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കാൻ വെക്കുക. അതിലോട്ട് നമ്മൾ ഒരു 1/4 സ്പൂൺ ഉപ്പും ശകലം ഓയിലും കൂടി ഒഴിച്ചിട്ട് പാസ്ത അതിലേക്ക് ഇടുക. വെള്ളം തിളച്ച് കഴിയുമ്പോൾ പാസ്ത അതിനകത്തേക്ക് ഇടുക. Sugar, ശകലം ഉപ്പിട്ടു. ഇനി ശകലം ഓയിൽ അതിനകത്തേക്ക് ഒഴിക്കുക. എന്നിട്ട് വെള്ളം ഒന്ന് നല്ലോണം ചൂടായി കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ പാസ്ത അതിനകത്തേക്ക് ഇടുക. അതാണ് ഇനി അടുത്തായിട്ട് തന്നെ ഒരു 7-8 മിനിറ്റോളം പാസ്ത അതിൽ കിടന്ന് നല്ലവണ്ണം വേവണം. ഒരു വെള്ള കളറാകും. പാസ്ത അതെടുത്ത് പൊട്ടിച്ച് നോക്കുന്നുണ്ടെങ്കിൽ അകത്ത് റിങ്ങിനകത്ത് ഒരു വൈറ്റ് കളർ വന്നിട്ടുണ്ടെങ്കിൽ അത് പാസ്ത പരുവായിട്ടുണ്ട്. അതാണ് ഇനി നമ്മൾ പാസ്ത ബോയിൽ ചെയ്തിട്ട് ഞാൻ വരാം. ഇതാണ് നമ്മളുടെ വെന്ത പാസ്ത. ഇത് ഒരു എൻ്റെ നിറം കാണുമ്പോൾ അറിയാം നമുക്ക് വെന്തു എന്നുള്ളത്. അതായത് ഒരു വൈറ്റ് നിറം അതിൻ്റെ അറ്റത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതെടുത്ത് നമ്മൾ ഒന്ന് ഊറ്റിയെടുത്തേച്ച് അടുത്ത കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് തണുപ്പിച്ച് ഊറ്റിയെടുക്കണം. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ ചീനിച്ചിട്ട് അരിപ്പരിപ്പ് വെക്കുക. അതിനകത്ത് രാവിലെ 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് ജിഞ്ചർ, ഗാർലിക്ക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എല്ലാ വെജിറ്റബിളും അതിനകത്തേക്കിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റി കഴിഞ്ഞാൽ അത് നല്ലവണ്ണം പച്ചക്കട്ട വെന്ത് കിട്ടും നമുക്ക്. ആവശ്യത്തിനുള്ള ഉപ്പ്, ശകലം മുളക് പൊടി, ശക്കല ഒരു 1/4 സ്പൂൺ പഞ്ചസാര ഇട്ട് അടച്ചു വെക്കുക. ഇട്ട് ഇതിനകത്ത് ഞാൻ പറയാൻ മറന്നുപോയൊരു സാധനമുണ്ട്. ഒരു 3-4 സ്പൂൺ ടൊമാറ്റോ സോസും വേണം, 1 സ്പൂൺ 1/4 സ്പൂൺ സോയാ സോസും വേണം നമുക്ക്. എന്ന് വെച്ചാൽ ലാസ്റ്റ് എന്നിട്ട് വേണം നമ്മളൊന്ന് സീസണിങ് ചെയ്തെടുക്കാൻ. ഇതാണ് നമ്മൾ ഊറ്റിയെടുത്ത പാസ്ത. ഇത് നമ്മൾ നല്ലവണ്ണം ഒന്നുറന്ന് വെള്ളത്തിനകത്തിട്ട് എടുത്തതാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചീഞ്ചട്ടി ഒന്ന് അടുപ്പിലോട്ട് വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇടുക. ഓയിലിന് പകരം ബട്ടർ ഇടുക. ബട്ടർ അല്ലെങ്കിൽ നമുക്ക് ഓയിലായാലും മതി, ഏത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ബട്ടർ വേണമെന്നവർക്ക് ബട്ടർ, ഓയിൽ വേണമെന്നവർക്ക് ഓയിൽ. അത് ഇട്ടിട്ട് അതൊന്ന് ഉരുകി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നമ്മളുടെ മൈദാപ്പൊടി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 2 സ്പൂണോളം നമ്മൾ 2-3 സ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല. അതിനകത്തിട്ട് ഒന്ന് മൂക്കണം. അധികം അങ്ങ് കറുത്ത് പോകരുത്. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വൈറ്റ് സോസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. കട്ട പിടിക്കാതെ നമ്മൾ ഒന്ന് ചെറിയൊരു ബ്രൗണിഷ് നിറമാകുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഒരു കപ്പ് പാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ച് കൊടുക്കണം. ഒരു ചെറിയ ബ്രൗൺ, അധികം വേണ്ട, നമുക്കൊരു ചെറിയ ബ്രൗൺ ആയാൽ മതി. എന്നിട്ട് അതിനകത്തോട്ട് പാൽ വെച്ചിട്ട് നമ്മൾ അതിനെ കട്ട പിടിക്കാത്ത തരത്തിൽ, ഒട്ടും കട്ട പിടിക്കരുത്, കട്ട പിടിക്കാതെ ഇളക്കി റെഡിയാക്കി എടുക്കണം. അതാണ് വൈറ്റ് സോസ്. ഇനി നമുക്കധികം പണിയില്ല. അതായത് പാസ്തയും വെജിറ്റബിളും കൂടെ വൈറ്റ് സോസിനകത്തിട്ടിട്ട് ജസ്റ്റ് കുരുമുളക് പൊടിയിട്ട് ഇളക്കിയെടുക്കാം. അല്ല, നിങ്ങൾക്ക് സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കുന്നത് ടേസ്റ്റ് ഇഷ്ടമെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പം വൈറ്റാണ് ഉണ്ടാക്കാൻ പോണത്, അതുകൊണ്ട് വൈറ്റ് സോസാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വൈറ്റ് സോസ് ആക്കിയിട്ട് ഇനി ഇതിനെ ഒന്ന് കട്ടിയാവുമ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് വെജിറ്റബിളും
പാസ്ത ഇട്ട് ഒരു 2 മിനിറ്റ് ഇളക്കി മാറ്റി വെക്കുക. നമ്മളതിലേക്ക് വെജിറ്റബിൾ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത പാസ്തയാണ് അതിലേക്ക് ഇടാൻ പോകുന്നത്. പാസ്ത ഇട്ടു. ഇനി അടുത്തത് നമ്മൾ നല്ലവണ്ണം ഇളക്കി ഇതിനെ യോജിപ്പിച്ച് എടുത്തിട്ട് വേണം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, കൂടുതൽ ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന ധനിയ ലീഫ്. അപ്പോൾ ഇവിടെ എനിക്ക് പുതിനയുടെ ലീഫിന് ഇപ്പോൾ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പുതിന ലീഫ് മേടിച്ച് ഉണക്കി വെച്ചേക്കുകയാണ്. അപ്പോൾ അത്യാവശ്യത്തിന് നമുക്ക് പുതിന ലീഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാനത് പുതിന ലീഫ് ഉണങ്ങിയതാണ് എൻ്റെ. ഞാനത് എങ്ങനെയാണ് വെച്ചേക്കുന്നത്. ഇത്തിരി ഗ്രേവി കാണുമോ ഇതിനകത്ത്. ഇതിലേക്ക് നമ്മൾ ശകലം ചീസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ധനിയ ലീഫ് ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തയ്യാറായ പാസ്ത, റെഡി പാസ്ത. It is very good pasta. Cook this in your videos and make a like a video. It will be super tasty after video if you eat it. It's good. Thank you.